പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആലപ്പുഴയിലെ KSU നേതാക്കളെ അദ്ദേഹത്തിൻ്റെ ഗൺമാനും മറ്റ് 4 പേരും കൂടി അടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. ആ ദൃശ്യങ്ങളൊന്നും കാണാതെ അന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം നടത്തി. അങ്ങനൊരു സംഭവമില്ല എന്നാണ് പറഞ്ഞത്. അന്നത്തെ KSUവിൻ്റെ പ്രതിഷേധം 2-3 വിദ്യാർത്ഥികൾ അവിടെ നിന്ന് കരിങ്കൊടി കാണിച്ചു. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ വാഹനം പോയി കഴിഞ്ഞ് പിന്നാലെ വന്ന എസ്കോട്ട് വാഹനത്തിലുള്ളവർ പത്തലും എടുത്തുകൊണ്ട് ഇവരെ 2-3 പേരെ അടിക്കുന്നത് നമ്മൾ കണ്ടു. തലക്കിട്ടും കൊടുത്തു. അത് അറ്റംപ്റ്റ് ടു മർഡറാണ്. AD തോമസ് എന്നയാളും അജയ് ജൂവൽ തോമസിനെയാണ് ഇതുപോലെ ഭീകരമായി ക്രൂരമായി മുഖ്യമന്ത്രി ഗൺമാനും കൂടെ ഉണ്ടായിരുന്ന മറ്റ് 4 പേരും കൂടി പത്തലിന് അടിച്ചത്. അവരെ അവിടെ വന്ന് കരിങ്കൊടി കാണിച്ച് റോഡിൻ്റെ സൈഡിൽ ഒതുങ്ങി നിന്നെന്നല്ലാതെ മറ്റൊരു കൃത്യവും ചെയ്തിട്ടില്ല. അവരെ 2-3 പേരെ അവിടെ കൂടിയിരുന്ന അവിടെ പ്രൊട്ടക്ഷന് വന്ന ആലപ്പുഴയിലെ SHOയും പോലീസുകാരും 5 പേര് ഇവരെ ഒതുക്കി ആ റോഡിൻ്റെ സൈഡിൽ നിർത്തിയ സമയം ആ എസ്കോട്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ഗൺമാനും അവർ ഇറങ്ങി അവരെ അടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് വളരെ ക്രൂരമായ പ്രവൃത്തിയായി. അവർക്ക് അതിനൊരു റോളില്ല. ലോക്കൽ SHOയുടെ ഒരു അധികാരം അവർക്കില്ല. മുഖ്യമന്ത്രിയുടെ സംരക്ഷണം മാത്രമേ അവർ പറഞ്ഞുള്ളൂ. അവർക്ക് ജോലിയുള്ളൂ. മുഖ്യമന്ത്രി ആരെങ്കിലും ആക്രമിക്കുക അദ്ദേഹത്തിന് ജീവന് ത്രെട്ട് വന്നാൽ മാത്രമേ അവർക്ക് ആക്ഷൻ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ നിരപരാധികളായ 2 പേരെ റോഡ് സൈഡിൽ കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞ് അവരെ 2 പേരെയും അവരെ ലോക്കൽ പോലീസ് SHOയും മറ്റൊരു ഒതുക്കി മാറ്റി നിർത്തിയ സമയത്ത് അവരെ ഓവർകം ചെയ്ത് വന്ന് അടിച്ചിട്ട് പോയ കാഴ്ച നമ്മൾ കണ്ടു. അഡ്വക്കേറ്റ് AD തോമസ് പിന്നീട് MLA ആയി ഇപ്പോൾ. അതുപോലെ തന്നെ അജയ് ജൂവൽ തോമസ് ഇപ്പം വക്കീലുമായി. ഈ 2 പേരുടെയും കേസ് ദിലീപിൻ്റെ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസാണ്, DYSP ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതിൻ്റെ SP ഷൗക്കത്ത് അലിയാണ്. ഇവർ 2 പേരും ആ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത ശേഷം വലിയ പുരോഗതി അതിനകത്തുണ്ടായി. ആ 2 അറ്റംപ്റ്റ് ടു മർഡറാണ് 5 പേര് കാണിച്ചത് എന്നാണ് അവരുടെ റിപ്പോർട്ട്. ആ CCTV ദൃശ്യം നേരത്തെ ജാമ്യത്തിന് അവർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോയപ്പം അങ്ങനെ ഒരു സംഭവമില്ല. അത് അവർ സപ്രസ് ചെയ്താണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കോടതിയുടെ മുമ്പിൽ കൊടുത്ത റിപ്പോർട്ട്. കോടതി കൊടുത്ത റിപ്പോർട്ടിന് പ്രതിഷേധിച്ച് അവർ ഒബ്ജക്ഷൻ ഫയൽ ചെയ്തപ്പം ഈ CCTV ദൃശ്യങ്ങളുടെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ അവിടുത്തെ അടികൊണ്ട AD തോമസും അജയ് ജൂവൽ തോമസും ഹാജരാക്കി. ഇപ്പം കോടതിക്ക് കാര്യം മനസ്സിലായി. കോടതി അതുകൊണ്ട് അത് പരിശോധിച്ച ശേഷം ഒരു ഫ്രഷ് ഇൻവെസ്റ്റിഗേഷന് ഉത്തരവിട്ടിരുന്നു. ഇപ്പോൾ അത് ഷൗക്കത്ത് അലിയും അത് ബിജു പൗലോസും കൂടെ ചേർന്നാണ് ആ കേസിൻ്റെ അന്വേഷിക്കുന്നത്. അതിനകത്ത് നമുക്ക് രസകരമായ ഒരു കാര്യം, എറണാകുളത്ത് അവിടെ നടൻ ദിലീപിൻ്റെ കേസിൻ്റെ ട്രയൽ നടത്തിയത് അവിടുത്തെ ജില്ലാ ജഡ്ജിയായിരുന്ന പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയായിരുന്ന അണി വർഗീസ് ആയിരുന്നു. ആ കേസ് വെറുതെ വിട്ടുപോയി. അതേ സംബന്ധിച്ച് അപ്പീൽ ഇപ്പം ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. അത് സുപ്രീം കോടതി വരെ കാര്യങ്ങൾ നീങ്ങും. അണി വർഗീസിനെ അവിടുന്ന് ട്രാൻസ്ഫറായി ആലപ്പുഴ ജില്ലാ ജഡ്ജിയായിട്ട് അവരിപ്പം ചാർജ് എടുത്ത് അവിടെയാണ്. അവരുടെ മുമ്പിലാണ് ഈ 5 പേരുടെ ജാമ്യാപേക്ഷ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേ സമയത്ത് എറണാകുളത്തെ നടൻ ദിലീപിൻ്റെ കേസ് അന്വേഷിച്ച ബൈജു പൗലോസ് തന്നെയാണ് ആ കോടതിയിൽ ഇവരുടെ ജാമ്യത്തിന് എതിരായിട്ട് നിൽക്കുന്നത്. ഷൗക്കത്ത് അലി ഉണ്ടെങ്കിൽ തന്നെയും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ DYSP ആണ്. അതുകൊണ്ട് അത് അവിടുത്തെ ജില്ലാ ജഡ്ജിയുടെ മുമ്പിൽ തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ ജാമ്യത്തിന് എതിർത്ത് ആ കോടതിയിൽ ഹാജരാകുന്നത്. വളരെ രസകരമായിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ട് തന്നെ തോന്നുന്നുണ്ട്. കാരണം ആ ജില്ലാ ജഡ്ജി ആ കേസിനകത്ത് ജാമ്യം കൊടുക്കുമോ ഇല്ലയോ നമുക്ക് പറയാൻ കഴിയില്ല. അവരിതെല്ലാം പരിശോധിക്കും. എന്തായാലും ആ ദൃശ്യം കാണുന്നുണ്ടെങ്കിൽ അത് ഒരു എക്സിബിറ്റായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതേസമയത്ത് ജാമ്യത്തിന് അവർ 5 പേരും ജില്ലാ കോടതിയിൽ നീങ്ങിയെങ്കിലും അവർ ഒളിവിലാണ്. അവരുടെ 5 പേരുടെയും മൊബൈൽ ഫോൺ ഇപ്പോൾ ഓഫാണ്. അവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നതിന് ഇപ്പോൾ നിയമ തടസ്സങ്ങളൊന്നുമില്ല. അവർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ DYSP SP അവരെ അതിനിപ്പുറം കണ്ടെത്തി അറസ്റ്റ് ചെയ്യുമോ എന്ന് നമുക്ക് പറയാറായിട്ടില്ല. എങ്കിലും ഇപ്പോഴേ നാളെ ഈ കേസിൻ്റെ 5 പേരുടെയും ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതായിട്ടാണ് വരുന്നത്. എന്തായാലും
ഈ ഒരു സംഭവത്തോടു കൂടി ഒരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കിക്കോണം. നിങ്ങൾ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും, ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വന്നാലും, സത്യവും നീതിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിൽക്കേണ്ടത്. നിങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കാൻ പാടില്ല. ഞാൻ പല സന്ദർഭത്തിലും തുടക്കം മുതൽ 4-5 വർഷം കൊണ്ട് പറയുന്നുണ്ട്. കാരണം രാഷ്ട്രീയ സംഘടനകളെ ഇടതുപക്ഷമായാലും വലിച്ച് അവരുടെ സംഘടനയുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനകൾ പിരിച്ചുവിടണം. അതിനിവിടെ അനുമതി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഈ സംഘടനകളില്ല. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റെങ്കിലും ഈ പോലീസ് സംഘടനയുടെ ട്രേഡ് യൂണിയൻ പോലെയുള്ള അവർ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും സംഘടനകൾ അടിയന്തരമായിട്ട് പിരിച്ചുവിടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്.